ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചൊരയ്ക്ക വെച്ചിട്ട് ഒരു കറിയാണ്. അതിനായിട്ട് ചൊരയ്ക്ക തൊലി കളഞ്ഞ് കുരുവും കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു മൺചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പുണ്ട്. ഇനി അതിലേക്ക് 3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഉണക്കച്ചെമ്മീനാണ്. തല കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത ഉണക്കച്ചെമ്മീൻ 1/4 കപ്പുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചെമ്മീനും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കഷ്ണം കുടംപുളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് 1/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി ചുവന്ന ഉള്ളി കട്ട് ചെയ്ത് അതെല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. അതും ചേർത്ത് 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇനി ഇതൊന്ന് തിള വരുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം അത് മാറ്റി വെച്ച് ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 1 നുള്ള് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഉലുവയും പൊട്ടി വരുമ്പോൾ ഇനി അതിലേക്ക് 2-3 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് 2 വറ്റൽ മുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതായിപ്പോൾ ഞാൻ കറിയിലേക്ക് എല്ലാം താളിച്ചൊഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൊരയ്ക്ക ചെമ്മീൻ കറി ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. ചോറിനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ ചൊരയ്ക്ക ചിരങ്ങ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ബോട്ടിൽ ഗാർഡാണ്. അത് വെച്ചിട്ടുള്ള കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ബോട്ടിൽ ഗാർഡ് എന്ന ഈ വെജിറ്റബിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് പല രീതിയിൽ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.